Hello everyone, welcome to Juport. എല്ലാവർക്കും മക്കളെ Juportന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പം നിങ്ങളുടെ +1ന്റെ ഹിസ്റ്ററി എക്സാം മറ്റന്നാൾ നടക്കുകയാണ് അല്ലേ. സോ അതിനു മുമ്പ് ഹിസ്റ്ററിയിൽ 100% ഉറപ്പോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത്, മാപ്പ് മാർക്കിംഗ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഏതൊക്കെ കാര്യങ്ങളാണ് മാപ്പിൽ ചോദിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് ആളുകൾ ഹിസ്റ്ററിയിൽ ചില ഭാഗമെങ്കിലും ടഫുള്ള ആളുകളുണ്ടാവും അല്ലേ. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഹിസ്റ്ററിയിൽ ഉറപ്പായും ചോദിക്കുന്ന ഈ മാപ്പ് മാർക്കിങ്ങിൻ്റെ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ, ഞാൻ ലൈവിൻ്റെ ഓർമ്മ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ്റെ ചാപ്റ്ററിൽ നിന്ന് 2 കാര്യങ്ങളാണ് നിങ്ങളോട് മാപ്പിൽ പൊതുവെ ചോദിക്കാറ്. ഒന്ന് എന്താണ്, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എവിടെ ഉണ്ടായിരുന്നത്, ഇറാഖിലായിരുന്നു അല്ലേ. ആ ഇറാഖിൻ്റെ പൊസിഷൻ ഇവിടെയാണ് മക്കളെ എന്ത് വരിക, ഇറാഖിൻ്റെ പൊസിഷൻ വരിക. ശ്രദ്ധിക്കണം, ഇവിടെയാണ് എന്ത് വരിക, ഇറാഖിൻ്റെ പൊസിഷൻ വരട്ടെ. ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ സീ, ശ്രദ്ധിക്കണേ, മെഡിറ്ററേനിയൻ സീ ഈ ചാപ്റ്റർ മാത്രമല്ല റോമൻ എംപയറിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ മെഡിറ്ററേനിയൻ സീയുടെ പൊസിഷൻ ഓർത്ത് വെക്കുക. ഇവിടെയാണ് എന്ത് വരുന്നത്, മെഡിറ്ററേനിയൻ കടൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 പൊസിഷൻ ഓർത്ത് വെക്കുക, ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിച്ചേക്കാം. ഇനി നമ്മുടെ റോമൻ സിവിലൈസേഷനിലെ റോമൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിന് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയുക ഇത്രയും കാര്യങ്ങളാട്ടോ. ശ്രദ്ധിക്കണേ. ഫസ്റ്റ് എന്താ, റൈൻ റിവർ. ശ്രദ്ധിക്കണം, റൈൻ അല്ലെങ്കിൽ റിൻ റിവർ എന്ത് ചെയ്യാറുണ്ട്, റിൻ നദി എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇവിടെയാണ് എന്ത് വരുന്നത്, റിൻ നദിയുടെ പൊസിഷൻ. ഈ പൊസിഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെയാണ് മക്കൾ എന്ത് വരുന്നത്, റിൻ നദിയുടെ പൊസിഷൻ വരുന്നത്. അടുത്ത് മറ്റൊരു റിവറാണ്, മറ്റൊരു നദിയാണ്, ഏതാണ്, ഡാന്യൂബ് നദി. ശ്രദ്ധിക്കണം, ഇവിടെയാണ് എന്തിൻ്റെ പൊസിഷൻ, ഡാന്യൂബ് നദി. ഡാന്യൂബ് നദിയുടെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, റോമൻ്റെ തലസ്ഥാനമായിട്ടുള്ള, റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഏത്, റോം. റോം 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 ആ റോമിൻ്റെ പൊസിഷൻ വരുന്നത് എവിടെയാണ്, ഇവിടെയാണ്. ശ്രദ്ധിക്കുന്നത്, ഇവിടെയാണ് എന്ത് വരുന്നത്, റോമിൻ്റെ പൊസിഷൻ വരുന്നത്. പിന്നെ നമുക്കറിയാം റോമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ഇത് അലക്സാൻഡ്രിയ. ആ അലക്സാൻഡ്രിയയുടെ പൊസിഷൻ വരുന്നത് എവിടെയാണ്, ഇവിടെയാണ് വരുന്നത്. ഈജിപ്തിൻ്റെ ഭാഗത്താണ് ആര് വരുന്നത്, അലക്സാൻഡ്രിയ. അപ്പോൾ ഇവിടെയാണ് എന്തിൻ്റെ പൊസിഷൻ വരുന്നത്, അലക്സാൻഡ്രിയയുടെ പൊസിഷൻ. അടുത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണല്ലേ, സെക്കൻഡ് റോമിൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു ഇത്. അതായത് പിന്നീട് ഒരു ചക്രവർത്തി അല്ലേ, ആരായിരുന്നു ആ ചക്രവർത്തി, റോമിൻ്റെ തലസ്ഥാനം റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത എംപറർ അഥവാ ചക്രവർത്തി ആരായിരുന്നു, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ആ ചക്രവർത്തി പുതിയൊരു ക്യാപിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു, അതായിരുന്നു ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതാണ് എന്ത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ഏതാടാ, റോമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണിത്, ആന്റിയോക്ക് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആന്റിയോക്ക് എന്തിയാണ്, സസാനിയൻ ഡൈനാസി, സസാനിയൻ രാജവംശം എന്ത് ചെയ്യുന്നുണ്ട്, റോമിൻ്റെ ഈസ്റ്റേൺ ഭാഗത്തെ പ്രധാനപ്പെട്ട നഗരമായിരുന്ന ആന്റിയോക്ക് ആക്രമിച്ച് കീഴടക്കുന്നുണ്ട് അല്ലേ. ആ സസാനിയൻ ഡൈനാസിയിലെ പ്രധാനപ്പെട്ട റൂളർ, ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അറിയുമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്, ആന്റിയോക്ക്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഒന്നാമത് എന്താണ്, റോം എന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് തലസ്ഥാനം മാറ്റിയ എംപറർ അഥവാ ചക്രവർത്തി ആരായിരുന്നു. രണ്ടാമത് ആന്റിയോക്ക് ആക്രമിച്ച് കീഴടക്കി അല്ലേ, വിച്ച് സസാനിയൻ എംപറർ കോങ്കേർഡ് ആന്റിയോക്ക്. ആന്റിയോക്ക് ആക്രമിച്ച് കീഴടക്കിയ സസാനിയൻ ഭരണാധികാരി ആരായിരുന്നു. രണ്ടും എന്ത് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുക, ഒറിജിൻ ഓഫ് ഹ്യൂമൻസിലെ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില രാജ്യങ്ങളാണ്. അതായത് ഹോമോ നിയാൻഡർതാലൻസിൽ നമുക്കറിയാം, ഹോമോ നിയാൻഡർതാലൻസിൻ്റെ ഫോസിൽ കിട്ടിയ എവിടുന്നാടാ, ജർമ്മനി എന്നാണ്. ആ ജർമ്മനിയുടെ പൊസിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ നോക്കി വെക്കുക കേട്ടോ. ഇവിടെയാണ് എന്ത് വരുന്നത്, ജർമ്മനി. രണ്ടാമത് നമുക്കറിയാം അൽത്താമിറ കേവ് അഥവാ അൽത്താമിറ ഗുഹ. അൽത്താമിറ ഗുഹ എവിടെയാണുള്ളത്, ഇവിടെയാണല്ലോ. എവിടെയാണ് എന്ത് വരുന്നത്, സ്പെയിൻ. ശ്രദ്ധിക്കണം, അൽത്താമിറ ഗുഹയാണ് എന്ത് വരുന്നത്, സ്പെയിനിൽ. നമുക്കറിയാം എന്താടാ, സ്പെയിനിലാണ് എന്ത് വരുന്നത്, അൽത്താമിറ ഗുഹ. അപ്പോൾ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, സ്പെയിനിൻ്റെ ലൊക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ഏതാടാ, ലാസ്റേറ്റ് ഗുഹ, ലാസ്റേറ്റ് കേവ്. ലാസ്റേറ്റ് കേവ് എവിടെയാടാ, ഫ്രാൻസിലാണ്. ഇവിടെയാണ് എന്ത് വരുന്നത്, ഫ്രാൻസിന്റെ പൊസിഷൻ വരുന്നത് കേട്ടോ. പിന്നെ നമുക്കറിയാം ടാൻസാനിയ, അതായത് എന്താണ്, ഈസ്റ്റ് ആഫ്രിക്ക അല്ലെങ്കിൽ ടാൻസാനിയ എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഒൽദുവായ് ഗോർസ് എന്നുള്ള ടാൻസാനിയയിലെ ഒൽദുവായ് ഗോർസ് നമുക്ക് ഒരുപാട് ഫോസിൽസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ടാൻസാനിയയുടെ പൊസിഷൻ എവിടെ വരുന്നത്, ഇവിടെയാണ് ആര് വരുന്നത്, ടാൻസാനിയ വരുന്നത്. ആ ടാൻസാനിയക്ക് മുകളിലായിട്ട് ആരുണ്ട്, കെനിയ ഉണ്ട്. ഇവിടെയാണ് എന്ത് വരുന്നത്, കെനിയയുടെ പൊസിഷൻ ഓർത്ത് വെക്കുക. അതേപോലെ ഇവിടെയാണ് ആര് വരുന്നത്, എത്യോപ്യ. ഇവിടെയാണ് ആര് വരുന്നത്, എത്യോപ്യ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെയാണ് ടാൻസാനിയ അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്ക. അതിന് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട്, കെനിയ ഉണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട്, എത്യോപ്യ ഉണ്ട്. അപ്പോൾ ഈ 3 ആഫ്രിക്കൻ രാജ്യത്തിൻ്റെയും ആഫ്രിക്കൻ കൺട്രിയുടെയും പൊസിഷൻ ഓർത്ത് വെക്കുക. എക്സാമിൽ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് നമുക്കറിയാം എന്താണ്, കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ് എന്നുള്ള പാഠമാണ് അല്ലേ. ആ പാഠത്തിലാണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് എന്ത് ചോദിച്ചത്, മാപ്പ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചോ, ദമസ്കസിലെ
അതുപോലെ ആരുടെ ക്യാപിറ്റൽ ആയതിനാണ് ഡമസ്കസ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വിച്ച് ഡൈനാസ്റ്റീസ് ക്യാപിറ്റൽ വാസ് ഡമസ്കസ്? ഏത് ഡൈനാസ്റ്റി, ഏത് രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഡമസ്കസ്? സിറിയയിലെ ഡമസ്കസ്. ഇവിടെയാണ് ഡമസ്കസിന് എന്ത് വരുന്നത്? പൊസിഷൻ വരുന്നത്. ഡമസ്കസ് കഴിഞ്ഞാൽ പിന്നെ ബാഗ്ദാദ് ഉണ്ട് അല്ലേ? ഏത് ഡൈനാസ്റ്റി, ഏത് രാജവംശത്തിന്റെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനമായിരുന്നു ബാഗ്ദാദ്? അതും ഒന്ന് കമന്റ് ചെയ്യണം. ഇവിടെയാണ് എന്ത് വരുന്നത്? ബാഗ്ദാദ് വരുന്നത് അല്ലേ? പിന്നെതാ ഇവിടെ എന്തുണ്ട്? മദീന. ഈ സി എന്ന് മാർക്ക് ചെയ്താണ് എന്ത്? മദീന. ഡി എന്ന് മാർക്ക് ചെയ്താണ് എന്ത്? മക്ക അല്ലെ? പ്രോഫറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് അല്ലേ? ഈ എന്ന് മാർക്ക് ചെയ്താണ് എന്ത്? ഖുറാസാൻ. ഖുറാസാന്റെ പ്രത്യേകം എന്താടാ? അവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? അബ്ബാസി റെവല്യൂഷൻ, അബ്ബാസി വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാടാ? ഖുറാസാനിലാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളുടെ പൊസിഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞ ഏതാടാ? ഡമസ്കസ് ആണ്. ബി എന്ന് പറഞ്ഞ ഏതാ? ബാഗ്ദാദ് ആണ്. സി ഏതാണ്? മദീനയാണ്. ഡി എന്ന് പറഞ്ഞ മക്കയാണ്. ഇ എന്ന് പറഞ്ഞ ഏതാണ്? ഖുറാസാൻ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേ ചാപ്റ്ററിൽ തന്നെ നമ്മൾ അവസാന ഭാഗത്ത് എന്ത് പഠിക്കുന്നുണ്ട്? നോർത്ത് അമേരിക്കയിലുള്ള ചില സിവിലൈസേഷനെ കുറിച്ച്, ആസ്റ്റെക്, മായ, ഇൻക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ എന്ന് മാർക്ക് ചെയ്തത് ഏതാണ്? ആസ്റ്റെക് ആട്ടെ. ഈ എന്ന് മാർക്ക് ചെയ്ത ഏതാണ്? ആസ്റ്റെക് ആണ്. ബി എന്ന് മാർക്ക് ചെയ്ത് ഏതാണ്? മായൻ സിവിലൈസേഷൻ, മായൻ സംസ്കാരമാണ്. ബി എന്ന് മാർക്ക് ചെയ്ത് ഏതാണ്? മായൻ സിവിലൈസേഷൻ അഥവാ മായൻ സംസ്കാരമാണ്. സി എന്ന് മാർക്ക് ചെയ്ത് ഏതാണ്? ഇൻക സിവിലൈസേഷൻ. സി എന്ന് മാർക്ക് ചെയ്ത് ഏതാ? ഇൻക സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻക സംസ്കാരമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കട്ടോ. ഓക്കെ, ഇനി ചാപ്റ്റർ 6 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങൾ എന്നുള്ള ചാപ്റ്ററിന് എന്ത് ചെയ്യാറുണ്ട്? ചില ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ നമുക്ക് 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങൾ എവിടെയാണുള്ളത്? ഫ്രാൻസിലാണല്ലോ. വിച്ച് ആർ ദി 3 ഓർഡേഴ്സ്? ഏതൊക്കെയാണ് 3 ക്രമങ്ങൾ? ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ആ ഫ്രാൻസിന്റെ പൊസിഷനാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെയാണ് എന്ത് വരുന്നത്? ഫ്രാൻസ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെയാണ് എന്ത് വരുന്നത്? ഫ്രാൻസ് വരുന്നത്. ആ ഫ്രാൻസ് കഴിഞ്ഞാൽ നമുക്ക് റിനൈസൻസ്, 7ാമത്തെ പാഠം നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? റിനൈസൻസ്, നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? ആ നവോത്ഥാനം സ്റ്റാർട്ട് ചെയ്ത് എവിടെയാടാ? ഇറ്റലിയിലാണല്ലേ. ആ ഇറ്റലിയുടെ പൊസിഷനാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താടാ? എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇംഗ്ലണ്ട് നമ്മുടെ ഏത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം അല്ലെ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാടാ? ഇംഗ്ലണ്ടിലാണ്. ഇതാണ് എന്തിന്റെ പൊസിഷൻ? ഇംഗ്ലണ്ട്. ഇവിടെയാണ് എന്ത് വരുന്നത്? ഇംഗ്ലണ്ട് വരുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി സ്പെയിൻ്റെ പൊസിഷൻ, സ്പെയിനോട് എടുത്ത് തന്നെയാണ് ആര് നിൽക്കുന്നത്? പോർച്ചുഗൽ നിൽക്കുന്നത്. അത് എക്സാമിന് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട് 3 കൺട്രീസിന്റെ പൊസിഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ 2 രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല. ആരൊക്കെയാടാ? ചൈനയും ജപ്പാനും ഉണ്ട് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു ഐലൻഡ് ഗ്രൂപ്പ്, ഈ ഒരു ദ്വീപ് സമൂഹമാണ് ഇത് ജപ്പാൻ എന്ന് പറയുന്നത്. ഈ ഒരു ദ്വീപ് സമൂഹമാണ്. ഇവിടെ ഇങ്ങനെ കണ്ടോ അല്ലേ? ഈ ഒരു ദ്വീപ് സമൂഹത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ജപ്പാൻ. അപ്പോൾ ഈ ജപ്പാന്റെ പൊസിഷൻ ഇവിടെയാണ്. ചൈന ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ആര് വരിക? ചൈന അല്ലേ? ആരാണ് വരിക? ചൈന വരും. ശ്രദ്ധിക്കണം, ആരാ വരിക? ചൈന വരിക. പിന്നെ നമ്മൾ 5ാമത്തെ പാഠത്തിൽ മംഗോളിയ അല്ലേ? നമ്മൾ ചെങ്കിസ് ഖാന്റെ മംഗോളിയൻ രാജവംശത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? ആ ചെങ്കിസ് ഖാന്റെ മംഗോളിയ വരുന്ന സ്ഥലം ഏതാണ്? ഇവിടെയാണ് ചെങ്കിസ് ഖാന്റെ മംഗോളിയ വരുന്ന സ്ഥലം ഇവിടെയാണ്. പിന്നെ റഷ്യ. ശ്രദ്ധിക്കണം, അതേ ചാപ്റ്റർ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്? റഷ്യയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ പൊസിഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ 9th ചാപ്റ്ററിൽ ഓസ്ട്രേലിയയിലേക്കുള്ള നമ്മുടെ ഈ ഒരു ഗോൾഡ് റഷിനായിട്ട് നടത്തിയ ഒരു എക്സ്പെഡിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓസ്ട്രേലിയ. ഇതാണ് എന്ത് വരുന്നത്? ഓസ്ട്രേലിയ കേട്ടോ. ഇവിടെയാണ് എന്ത് വരുന്നത്? ഓസ്ട്രേലിയ. ഇവിടെയാണ് എന്ത് വരുന്നത്? ഓസ്ട്രേലിയ വരുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെയാണ് എന്ത് വരുന്നത്? ഓസ്ട്രേലിയ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കണേ. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പൊസിഷൻ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എന്തിന് ചോദിക്കുക? പൊതുവേ മാപ്പിൽ, +1 മാപ്പിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവുമായിട്ട് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ ഇന്ന് വരുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ മാരത്തോണായിട്ട് നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി ലൈവിലേക്ക് എത്തുക. അതിനുമുമ്പ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പരമാവധി അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചില 1 വേർഡുകൾ നിങ്ങളോട് ഇങ്ങനെ ഈ വീഡിയോ കിടക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ ആൻസർ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്താൽ അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ നിങ്ങളുടെ തലയിലേക്ക് എന്ത് ചെയ്യും? ആൻസർ ഇങ്ങനെ പറന്ന് അങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ നമുക്ക് ലൈവിൽ കാണാതിരിക്കും. ബൈ.